ഹലോ വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റഡി ഏഞ്ചൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സൺഡേ വ്ലോഗ് കാണാം കേട്ടോ. അപ്പോൾ എല്ലാ സൺഡേന്നും ഇതുപോലെയല്ല ഉണ്ടാവാറുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സൺഡേ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ രാവിലെ തന്നെ എണീച്ചപ്പോക്കും കുറച്ച് സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എണീച്ച് അതേ വന്നപ്പോക്കും ബെഡ്ഷീറ്റൊക്കെ ആകെ വൃത്തികേടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു കേട്ടോ. നമ്മൾ എണീച്ച ഉടനെ തന്നെ ബെഡ്ഷീറ്റ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുടിയൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു ഉറങ്ങി എണീച്ചപ്പോക്കും. പിന്നെ അതൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് കെട്ടിക്കൊടുത്തു കേട്ടോ. അപ്പോക്കും നമ്മുടെ ന്യൂസ് പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം ഇരുന്ന് ആ ഒരു ന്യൂസ് പേപ്പറൊക്കെ വായിച്ചു. അതിനോട് കൂടെ തന്നെ ഈ ഒരു അവിലും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ പഠിക്കുന്ന ഏരിയക്ക് വന്നു. അപ്പോൾ സമയം അത്യാവശ്യം നന്നായിട്ട് തന്നെ നേരെ വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം 6:45 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. ഞാനത് ചെറിയൊരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒഴിവുള്ള ദിവസങ്ങളിൽ അധികം ഞാൻ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി ഒക്കെയാണ് കേട്ടോ അധികം പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കാറുള്ളത്. അതുപോലെ തന്നെ ഉച്ചക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഫിഗറൊക്കെ വരയ്ക്കാനുണ്ടെങ്കിൽ അത് വരയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും രാവിലെ കുറച്ച് സമയം ഇരുന്ന് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയൊരു ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് തന്നെ കുറച്ച് സമയമാണെങ്കിലും പോലും ആ ഒരു കുറച്ച് സമയം നല്ല രീതിക്ക് തന്നെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് സമയം ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളും സൺഡേ അല്ലേ ക്ലാസ്സിലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കേണ്ട. ജസ്റ്റ് ഒരു ചാപ്റ്ററെങ്കിലും ആ ഒരു നമുക്ക് അവധിയായിരിക്കുന്ന ആ ദിവസങ്ങളിൽ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ക്രിസ്മസ് എക്സാമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നപ്പോക്കും ഉമ്മ അതേ കിച്ചണിൽ നല്ല തിരക്കിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഉമ്മനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ക്ലാസ്സുള്ള ദിവസങ്ങളിൽ എനിക്കിതിനൊന്നും സമയം അങ്ങനെയൊന്നും കിട്ടാറില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രമേ തന്നെ സമയം കിട്ടാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഇരുന്ന് ഉമ്മനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ പ്രഹസനങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് സമയം അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചപ്പാത്തിയും അതുപോലെ തന്നെ മീൻകറിയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ ഒഴിവുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല മഴ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഞാൻ ആ മഴയൊക്കെ കണ്ടങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 3:45 ആയപ്പോഴാണ് ഞാൻ വീണ്ടും പഠിക്കുന്ന ഏരിയയിലേക്ക് വരുന്നത്. എനിക്ക് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു സുവോളജി. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു നോട്ട്സൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ ഇത് അടുത്ത ദിവസത്തേക്കുള്ള മൺഡേയിലേക്കുള്ള ടൈം ടേബിളൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കി വെക്കുകയാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇനി എന്തെങ്കിലും ഹോംവർക്കൊക്കെ ഏതെങ്കിലും സബ്ജക്റ്റിൽ ചെയ്യാനുണ്ടോ എന്നൊക്കെ ഒന്നും കൂടെ ചെക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് ഒന്നും ഹോംവർക്കൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും കുറേ ഫിഗറൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം തന്നെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ആ ഒരു പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെയുള്ള ഫിഗറൊക്കെ വരയ്ക്കാൻ ഒരു പക്ഷേ ഒരു ദിവസം ഒരു ഫിഗറൊക്കെ വരയ്ക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ അത് അന്നാന്ന് തന്നെ വരച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ ഭയങ്കരമായിട്ട് മടിയായിരിക്കും. അപ്പോൾ എന്തായാലും അന്നാന്ന് തരുന്നത് അന്നു തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അതേ ഒരു 6:40 ആ ഒരു സമയമൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് സമയം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടു ഡു ലിസ്റ്റൊക്കെ റെഡിയാക്കി അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് പഠിക്കാനാട്ടോ അടുത്തതായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ സൺഡേസ് അധികം ഉണ്ടാവാറുള്ളത്. ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ക്ലാസ് ഇല്ലാത്ത ദിവസമാകുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരുപാട് പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ഒരു സാറ്റർഡേ സൺഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ എല്ലാ പരിപാടികളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ അടുത്തന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ അത്രയ്ക്കൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ഒരു വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.